എല്ലാവർക്കും സ്വാഗതം. എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ചെറിയ തോതിൽ ഒരു ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നവനാണ്. അതൊക്കെ നമ്മുടെ കാച്ചിലിൻ്റെ വിളവെടുപ്പാണ്. 250 ഗ്രാം കാച്ചിൽ നട്ടതാണ് ഞാൻ. ഇതിപ്പോൾ ഏകദേശം ഒരു 4 കിലോ 5 കിലോ വരും. അതുകൊണ്ട് എല്ലാം 5 കിലോയ്ക്ക് അകത്തുണ്ട്. ചാരവും നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ചാരവും ചാമ്പലും അല്പം ചാണകപ്പൊടിയും കൂടി ഒരു ചെറിയ കുഴി കുഴിച്ച് ഇച്ചിരി കരിയിലയിട്ട് അങ്ങ് വെച്ചതാണ്. ഇത് വളർന്നു വരുമ്പോൾ പടത്തി വിടണം. ഏതെങ്കിലും നമ്മുടെ അടുത്തെങ്ങാനും മരങ്ങളുണ്ടെങ്കിൽ ഒരു അടി കാലത്തിൽ മാറ്റി മേലോട്ട് വളരും തോറും ഇതിൻ്റെ കാച്ചിൻ്റെ വലിപ്പവും കൂടും. കണ്ട് നോക്ക്. ഇതിപ്പോൾ നമുക്ക് 10 എണ്ണം കിളച്ച് ഇനിയും 10-15 എണ്ണം കിളക്കാനുണ്ട്. എല്ലാം കൂടെ ഒരു മൊത്തം ചിലവായത് ഒരു 200 രൂപ ചിലവായി കാണും മൊത്തം കൂടെ. അപ്പോൾ എല്ലാം കൂടെ കൊടുത്താൽ നമുക്ക് വിപണി കൊടുക്കുകയോ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി എടുത്ത് കഴിക്കുകയോ എല്ലാം ചെയ്യാം. നമുക്കുണ്ട് ഇനി 10 എണ്ണം കിളക്കാനുണ്ട്. കാച്ചിൽ കൃഷി നഷ്ടത്തിലാണെന്ന് പറയുന്നത് വെറുതെയാണ്. അപ്പോൾ രാസവളങ്ങളൊന്നും ഞാൻ ചേർക്കില്ല. നമ്മുടെ വീട്ടിലുള്ളവരൂടെ കഴിക്കുന്നത് കൊണ്ട് രാസവളങ്ങൾ ചേർക്കത്തേ ഇല്ല. നമുക്ക് വീട്ടിൽ 1 സെൻറ്റ് ഉള്ളവർക്കായാലും ഒരു ചെറിയ കുഴിയെടുത്ത് ആ വീട്ടിൽ നിന്ന് അധികം വരുന്ന ചാരവും ചാണകപ്പൊടിയും ഇട്ട് ഇച്ചിരി കരിയില ഇട്ട് നട്ടാൽ മതി. മരത്തിൽ പടത്തി വിടണം. അതാണ് ഇതിൻ്റെ പ്രധാനം. കാച്ചിലിന് വണ്ണം വെക്കണമെങ്കിൽ മരത്തിൽ പടത്തി വിടണം. അതുകൊണ്ട് ചെറിയ ഇടവേളകളിൽ നമുക്ക് ജോലിയില്ലാത്ത സമയങ്ങളിൽ ഇതിന് തോന്നിയ സമയമൊന്നും വേണ്ട. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലോട്ട് തിരിഞ്ഞു. പുതിയ തലമുറയിൽ വിഷമില്ലാത്ത പച്ചക്കറി ഇപ്പം നോക്കിയാൽ എല്ലാം കോഴിയോ എല്ലാം എടുക്കുന്ന എല്ലാം വിഷമാണ്. നമുക്ക് സ്വന്തമായിട്ട് കിളച്ച് ഒരു പുഴുങ്ങി തിന്നിയോ കറി വെക്കുകയോ ഒക്കെ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും തോന്നിയ സ്ഥലമൊന്നും വേണ്ട. ഇച്ചിരി സ്ഥലം മതി, കുറച്ച് സ്ഥലം മതി. ഇച്ചിരി നമ്മൾ വേസ്റ്റായി കളയുന്ന ചാണകപ്പൊടിയും ചാരപ്പൊടിയും ഒക്കെ മേടിച്ച് നട്ടാൽ മതി. അതിനെല്ലാവരും കൃഷിയിലേക്ക് തിരിയണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഓക്കെ.